ഞാൻ സത്യനാരായണനിലേക്ക് പോകുന്നു. ശ്രീ സത്യനാരായണൻ, വല്ലാതെ വേദനിപ്പിച്ച ആ സംഭവത്തിൻ്റെ 6 വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത്. വിധിയിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരല്ല എന്ന് രാവിലെ പ്രതികരിക്കുന്നത് കേട്ടു. ഇനിയിപ്പോൾ സർക്കാർ അപ്പീൽ പോകും എന്നാണ് ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അത് സർക്കാരാണോ പോവുക എന്നത് വ്യക്തമല്ല. ഈ ഘട്ടത്തിൽ പാർട്ടി അപ്പീൽ പോകുമെന്ന് പറയുമ്പോൾ അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരത്ലാലും ഒപ്പം കൃപേഷിൻ്റെയും കുടുംബവും ഈ അപ്പീലിനൊപ്പം പോകുമോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിധിയെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാം ശ്രീ സത്യനാരായണൻ. വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല എന്ന് പറയുമ്പോഴും പാർട്ടി അപ്പീൽ പോകുമെന്ന് പറയുന്നു. CPM പാർട്ടി ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറയുന്നു. നിരപരാധികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് LDF കൺവീനർ പറയുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും അപ്പീൽ പോകുമല്ലോ. വിധി എങ്ങനെയാണ് കാണുന്നത് സത്യനാരായണൻ? വിധി പൂർണ്ണമായിട്ട് അതിൻ്റെ ശിക്ഷാവിധി വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് എല്ലാം തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ ശിക്ഷാവിധി കോടതിയിലകത്ത് കിടക്കുകയല്ലേ. 3-ാം തീയതി മാത്രമേ നമുക്കത് വ്യക്തമായ അതിൻ്റെ രൂപം മനസ്സിലാവും. അതുവരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അപ്പീൽ പോകണ്ടേ എന്നുള്ളതൊക്കെ നമ്മളിതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം നിയമവശം പരിശോധിച്ച് നമ്മൾ പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് നടത്തേണ്ട ഒരു കാര്യമാണ്. അത് മുൻകൂട്ടി നമ്മൾ വിധി പൂർണ്ണമായി വരാതെ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നത് ശരിയല്ല. പക്ഷേ വന്നിടത്തേക്ക് 14 പ്രതികളെ, അതായത് CPMൻ്റെ ഉന്നത നേതാക്കളടക്കം കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിൽ വളരെയധികം തൃപ്തരാണ് നമ്മൾ അക്കാര്യത്തിൽ. അവരെ കുറ്റക്കാരായി തെളിയിക്കാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെടുത്താനും നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളത് കാര്യം, അവരെ കൂടാറാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോടതിയിൽ നമ്മൾ കേസ് പൂർണ്ണമായി വിധി വരാത്തത്തോളം കാലം നമ്മൾക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ തയ്യാറില്ല. കാരണം അത് വരട്ടെ, കോടതിയുടെ വരട്ടെ. അതിനുശേഷം നിയമപരമായി നമ്മൾക്ക് വന്നതിന് ശേഷം ആലോചിക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യത്തിൽ ശ്രീ സത്യനാരായണൻ, ഇതുവരെ വന്ന കോടതി വിധി തൃപ്തരാണ് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും 10 പേരെ CBI കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയ പക്ഷം മുൻ MLA KV കുഞ്ഞിരാമനടക്കം ഏരിയ സെക്രട്ടറി അടക്കം പാർട്ടിയിലെ ഉന്നതർ ഈ കേസിൽ ഇതുപോലെ ശിക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സത്യനാരായണൻ? ക്രൈംബ്രാഞ്ച് ആയിരുന്നു അന്വേഷിച്ചിരുന്നതെങ്കിൽ. ഇല്ല, അവരെ അതെ, അതിന് തെളിവുണ്ടല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് ഉന്നതരിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതാണല്ലോ. 3-4 ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അവരുദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അത് പാർട്ടിയിലേക്ക് സംവിധാനത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഉദ്യോഗസ്ഥരെ 4 ഉദ്യോഗസ്ഥരെ മാറ്റിയല്ലോ. അപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് സംശയം തോന്നിയില്ലേ? അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുക? കാരണം അത് ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ള ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ CBI അന്വേഷണമായി ഹൈക്കോടതിയെ സമീപിക്കുന്നതും അവിടെ നിന്ന് CBI അന്വേഷണത്തിനുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ അനുമതി കിട്ടുന്നത്. അപ്പോൾ ആ അനുമതി ആരന്വേഷിച്ചു കഴിഞ്ഞാലും കുറ്റക്കാരെ കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണമെന്ന് ബോധ്യമുള്ള ഒരു സർക്കാർ എന്താ ചെയ്യുക? ആരന്വേഷിച്ചാൽ എന്താ, കുറ്റക്കാരെ കണ്ടോട്ടെ എന്ന് പറയും. അവർ അപ്പീൽ പോകേണ്ട കാര്യമുണ്ടോ? ഈ സർക്കാരിന് അവിടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അപ്പീൽ കൊടുത്തു, ഡിവിഷൻ ബെഞ്ചിൽ വാദം കഴിഞ്ഞു. അപ്പോൾ എത്ര കോടിക്കണക്കിന് ഉറുപ്പികയല്ലേ ഈ സാധാരണക്കാരൻ്റെ പണം വാരി കൊടുക്കുന്ന, എന്താ അവർക്ക് ഒരു ഒളുപ്പമില്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്? അപ്പോൾ അത് മാത്രമല്ല, അവിടെ പോയി സുപ്രീം കോടതി വരെ പോവാണ്. സാധാരണ മനുഷ്യർക്ക് ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു പ്രസ്ഥാനം കൂടെയില്ല, ഒരുപാട് സമൂഹം നമ്മൾ കൂടെയില്ലായിരുന്നു, നമ്മളെന്തുപോയി മരിച്ച കൂട്ടി പോയി തീർന്നു. അത്രയേ ഉള്ളൂ സർക്കാരിൻ്റെ. അപ്പോൾ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് തീരുമാനിച്ചുറച്ചൊരു കാര്യമാണ്. അതിനെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളത് ബോധ്യമാണ്. ഈ CBI എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ അത് പല രൂപത്തിലും പല ഭാവത്തിലും അല്ലാതെ വരുത്തി തീർക്കാൻ അവർ കഥകൾ മെനയും. അത് പിന്നെ എല്ലാ കേസുകളിലും എല്ലാ പ്രവൃത്തിയിലും അവർ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വില കൽപ്പിക്കുന്നില്ല. ആത്മവിശ്വാസത്തോടെയും തൻ്റെ അടുത്തോടെയും ധൈര്യത്തോടെയും ഈ കേസിനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് നമ്മൾ ഇതിന് ഒരുങ്ങി പുറപ്പെട്ടത്. അതിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും
ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ശ്രീ സത്യനാരായണൻ പക്ഷേ അങ്ങ് ഒരിക്കൽ നമ്മളെ കൊണ്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. സർക്കാരിനെതിരെയും കൂടി ഇപ്പോൾ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോകുമ്പോൾ അതിനുവേണ്ടി വക്കീൽമാർക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതിപ്പണം അത് ശ്രീ സത്യനാരായണൻ്റെയും ശ്രീ കൃഷ്ണനെ പോലുള്ള ആളുകളുടെയും നമ്മളുടെ എല്ലാവരുടെയും നികുതിപ്പണമാണ്. അതിൽ ആ നികുതിപ്പണം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ? അതായത് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ക്രിമിനലുകൾക്ക് വേണ്ടി അപ്പീൽ പോവുക എന്നുള്ളത്. ഇവിടെ ഇത് സംഭവിച്ചു എന്നതാണ്. അപ്പോൾ അത് ആ പാർട്ടി പ്രവർത്തകരെ രക്ഷപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ ഒരു ഗൂഢനീക്കമായിരുന്നു. അതെ, പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുക, അങ്ങനെ ക്രിമിനലുകളെ നാട്ടിൽ പാർട്ടിക്കകത്ത് വെക്കുക, ആ ഗൂഢനീക്കം ഈ ഗൂഢാലോചനയുമാണ് ഇവരെ ഈ ക്രൈംബ്രാഞ്ചിന് വിടാനും അന്വേഷണം ഒരു ദിശയില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ക്രൈംബ്രാഞ്ചിനെ ഇവിടത്തേക്ക് വിട്ടതും. അപ്പോൾ അതുകൊണ്ട് CBI വന്നാൽ ഒരുപക്ഷെ കുറ്റക്കാരെ പിടിക്കപ്പെടുകയും അപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സുപ്രീം കോടതി വരെ ഒരു സർക്കാർ പോകേണ്ട കാര്യം. അല്ലെങ്കിൽ ഒരിക്കൽ എന്താ സർക്കാരിന് ഇത്രയും വലിയൊരു ഇതിൻ്റെ നമ്മൾക്ക് ഈ സുപ്രീം കോടതി വരെ ഈ കാശെടുത്ത് ചിലവൊക്കെ പോകേണ്ട കാര്യം അത് വ്യക്തമല്ലേ? ജനങ്ങളെ നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം ഇത് വ്യക്തമായി പറയാവുന്ന കാര്യമല്ല. നിയമസഭക്കകത്ത് അടക്കം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഞങ്ങൾ ഇനിയും എടുക്കും, ഇനിയും പോകും. അപ്പോൾ എന്തൊരു ധിക്കാരമാണ്, എന്താ ഗവൺമെൻറ്റാണ് ജനങ്ങളോടുള്ളത്, എന്തൊരു ഭരണാധികാരിയാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഇവിടെ എങ്ങനെ ജീവിക്കും? അപ്പം നമ്മൾ എങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ കുട്ടികളെ കൊന്നിട്ട് നമ്മൾക്കെതിരെ പോകും, ഇനിയും പോകും എന്ന് വീമ്പിളക്കുന്ന ഒരു സർക്കാർ, ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരണം നടത്തേണ്ട സർക്കാർ സംരക്ഷണം തരുന്നില്ല എന്ന് മാത്രമല്ല അവരെ വീട്ടിൽ തകർക്കുകയാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു നാടിന് ആപത്താണ്. അതുകൊണ്ട് വിഷമം നമ്മൾക്ക് മക്കൾ മരിച്ചതിൽ കൂടുതൽ ഈ നാടിൻ്റെ സ്ഥിതിയെ ഓർത്താണ് നമ്മൾ ദുഃഖിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രയാസമാണ്. Debate with Dr. Arun Kumar.